അപ്പോൾ എല്ലാവർക്കും ഹായ്, നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. മാതൃഭൂമി പത്രത്തിൻ്റെ 15 ഇന്ന് 15 ഡേറ്റ്, 15 തീയതി മാതൃഭൂമിൻ്റെ ഡീറ്റെയിൽസ് നോക്കും. ഓക്കെ, ഞാനതിൽ സൗണ്ട് കമ്മിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെയാണ്. അപ്പോൾ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC-മാരെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ലെന്ന് ഹൈക്കോടതി. അതായത് ഗവർണറുടെ നടപടി അപ്പോൾ ഗവർണർക്ക് ഒരു തിരിച്ചടിയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും സ്ഥിരം നിയമനത്തിൽ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, VC ആണ് തലവൻ എന്നുള്ളതാണ്. അതായത് സർവകലാശാലയുടെ നാഥൻ എന്ന നിലയ്ക്ക് VC ആണ് തലവൻ എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഓക്കെ, എന്തായാലും ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇതിയാതി എന്താ പറയുക, എല്ലാം പഠനങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഒന്നും നടക്കുന്നില്ല. അതായത് വെറും അങ്ങോട്ടും ഇങ്ങോട്ടും സമരങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് ഉള്ളത്. അത് കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഗവർണറും സംസ്ഥാന സർക്കാരൊക്കെ തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഓക്കെ, പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷപരമായ വാർത്ത ഉള്ളത് ശുഭാംശു ശുക്ല തിരികെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:01 ഭൂമിയിൽ കാലുകുത്തും. സന്തോഷകരമായൊരു വാർത്തയാണ്. എന്തായാലും വീണ്ടും സ്വാഗതം ശുഭാംശു ശുക്ല. ഓക്കെ, പിന്നെ PS ശ്രീധരൻപിള്ള സ്ഥാനം ഒഴിയുന്നു. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ള ഒഴിയുന്നു എന്നുള്ള പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സംതൃപ്തിയോടെയാണ്, പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഞാൻ സ്ഥാനം ഒഴിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. തിരുവനായ ശല്യം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കാരണം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഇരയായവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് സഹായധനങ്ങളൊക്കെ ഏർപ്പാടാക്കാനുള്ള ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഹൈക്കോടതിയുടെ റിപ്പോർട്ട് വേണം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ തന്നെ അത് അങ്ങനത്തെ ഒരു അവസ്ഥ പോട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വേറെ വിഷമം എന്ന് പറഞ്ഞാൽ തെന്നിന്ത്യൻ നടി സരോജാദേവിക്ക് വിട. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയിൽ 3 പതിറ്റാണ്ടോളം നായികയായി അല്ലാതെ പറയില്ല തിളങ്ങി നിന്ന ശ്രീമതി സരോജാദേവി അന്തരിച്ചു എന്നുള്ള ഒരു ദുഃഖവാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അതുപോലെ ചോർത്തിയ ഫോൺ സംഭാഷണവും തെളിവായിട്ട് സുപ്രീം കോടതി എടുക്കാമെന്നാണ് പറയുന്നത്. ദാമ്പത്യ തർക്കക്കേസുകളിൽ മാത്രമാണ് പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ അതിനെതിരെ ശക്തമായ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമോസയും ജിലേബിയും വലി പോലെ വലയ്ക്കുന്നതാണ് അടുത്തൊരു വാർത്ത വരുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ പുകവലിക്കുന്ന സിഗരറ്റിൻ്റെയൊക്കെ പുറത്തേക്കുന്ന പുകവലി ഹാനികരമാണെന്ന്, ആരോഗ്യത്തിന് ഹാനികരമാണത് എന്ന പോലെ ഇതും ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, മുന്നറിയിപ്പ്. മധുര പലഹാരങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് അത് ശരീരത്തിന് ഹാനികരമാണ് എന്നൊരു ബോർഡ് വയ്ക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. എന്താവുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ നാട്ടുവർത്തമാനങ്ങളാണ്. അതിൽ നമ്മളങ്ങനെ കാര്യമായിട്ടുള്ളൊരു വർത്തമാനങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. നിപ്പ വീണ്ടും വല്ലാത്തൊരു ഭീതിയിലാക്കിയിരിക്കുന്നത് കേരളത്തെയും അതുപോലെ തന്നെ വിശിഷ്യ ഒരു 5-6 ജില്ലകളെയും അല്ലേ. നിപ്പ രോഗലക്ഷണങ്ങളോടെ 4 പേർ ആശുപത്രിയിലാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കൂട്ടിക്കഴിഞ്ഞു. ഭയങ്കര രീതിയിലുള്ള ശക്തമായ അലർട്ടാണ് എന്താ പറയുക ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാസ്കൊക്കെ ധരിക്കണം. അതിർത്തികളൊക്കെ അടച്ചു. ഓക്കെ, 729 വീടുകളിൽ പനി സർവേ നടത്തി എന്നൊക്കെ. പേടി വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട ഒരു ഘട്ടം ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഓക്കെ, പുൽപ്പുള്ളിയിൽ മരിച്ച ആൽഫ്രഡിനും എമിലിനും ഇന്ന് യാത്രാമൊഴിയാണ്. അമ്മ ബോധം വന്ന ശേഷം സംസ്കാര ചടങ്ങുകൾ മതിയെന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും ഇപ്പോഴും അമ്മയ്ക്ക് ബോധം വരാത്തൊരവസ്ഥയിൽ അതീവ ഗുരുതരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല എങ്കിലും ആ കുഞ്ഞുങ്ങളെ നാട് യാത്രയാക്കും എന്നുള്ളൊരു വളരെ വിഷമകരമായൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എട്ടിമടയിൽ മലയാളിയെ ആക്രമിച്ച് 30 ലക്ഷം കവർന്നു. പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്നാണ് പറയുന്നത്. കോയമ്പത്തൂർ എട്ടിമടയിൽ വെച്ചിട്ടാണ് മലയാളിയെ ആക്രമിച്ച് 30 ലക്ഷം രൂപ കവർന്നു. അത്
ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന ഏരിയ ആണ്. അതിന് പിന്നെ സ്വർണ്ണക്കടത്ത് സംഘമാണ് പറയുന്നത്. ഈ രഹസ്യ വിവരങ്ങൾ കൊടുത്ത ആളുകളുണ്ടാവും, അതിനനുസരിച്ച് ഒന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് പരിഹരിക്കപ്പെടണമെന്നാണോ അദ്ദേഹം പറയുന്നത്? ഓക്കെ, പിന്നെ അടുത്ത വാർത്തകൾ നോക്കുമ്പോൾ കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസിന് അവസാന ദിവസം ഇന്നാണ്. രജിസ്ട്രേഷൻ ഇന്നാണ് ലാസ്റ്റ് ദിവസം. പക്ഷേ രജിസ്ട്രേഷൻ 3-1 പോലും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഇന്നൊക്കെ ചെയ്യണമെന്ന് ലാസ്റ്റ് ദിവസം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കേട്ടോ. നിപ്പ രോഗത്തിൻ്റെ സ്വഭാവം മാറുന്നു, ഒന്നിലേറെ പ്രൈമറി കേസുകൾ ഇതാദ്യമാണ്. കാരണം അതൊരു വല്ലാത്തൊരു വാർത്തയാണ് കേട്ടോ. കാരണം അത് പേടിക്കേണ്ടത് തന്നെയാണ്. എങ്ങനെ വരുന്നു എന്നത് അജ്ഞാതമാണ്. ഇപ്പോഴും അതിന് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധരൊക്കെ വന്നിട്ട് സാമ്പിളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിനിമാ ചിത്രീകരണത്തിൻ്റെ കാറാപകടത്തിലെ സ്റ്റണ്ട് മാസ്റ്റർ മോഹൻരാജ് മരിച്ചു എന്നുള്ളത് ദുഃഖ വാർത്തയാണ് അടുത്തത് പറയാനുള്ളത്. കാരണം അദ്ദേഹം പ്രശസ്തനായ ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ്. അതിനിടയ്ക്ക് അദ്ദേഹം ഓടിച്ച വാഹനം കീഴ്മേൽ മറിഞ്ഞ് കത്തിയിട്ടാണ് മരിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്, മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ തീവ്രമോ അതിശക്തമോ ആയ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയുള്ളതിനാൽ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് മുന്നറിയിപ്പ് അലർട്ടുണ്ട്. ഓക്കെ, തീവ്ര മഴ മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ ഗവർണർ പറയുന്നത് പഹൽഗാം ഭീകര ആക്രമണത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാരിന് ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അതൊക്കെയാണെങ്കിൽ മറുപടി പറയുന്നത്. ഓക്കെ, സർക്കാരാണ് ശരിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു പറയുന്നതാണ്. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത് പോയിക്കഴിഞ്ഞാൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പോയിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. ഇതൊരു വാർത്ത തന്നെയാണ്. അദ്ദേഹം തിരിച്ചെത്തും. ഓക്കെ, അടുത്ത് പോയിക്കഴിഞ്ഞാൽ വാർത്തകൾ അടുത്തത് എല്ലാം പിന്നെ കാർഷിക സംരംഭക വായ്പ സ്വർണവും വെള്ളിയും ഈടായി സ്വീകരിക്കാമെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. ഓക്കെ, 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ബാധകം. സ്വർണവും വെള്ളിയും ഈടായി സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ സമ്മേളനം പത്തനംതിട്ടയിലാണ്. ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി MB രാജേഷാണ്. എക്സൈസിൻ്റെ വകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. എന്താ സ്വർണ്ണവില വീണ്ടും ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില തിങ്കളാഴ്ച പവന് 120 രൂപ ഉയർന്ന് 73,240 രൂപയിലെത്തി. ഓക്കെ, 1 ഗ്രാം സ്വർണത്തിന് 9,155 രൂപയാണ്. ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്കൊന്നും സ്വർണം കാണാൻ മാത്രം പറ്റൂ, വാങ്ങിക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ പോവുകയാണെങ്കിൽ പഞ്ചായത്ത് അംഗവും അമ്മയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കത്തിലാണ് വക്കം. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ അരുണിനെയും അമ്മ വത്സലയമ്മ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് കാരണങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലബ് ഫുട്ബോളിൻ്റെ ലോകകപ്പിൽ മുത്തമിട്ട് ഇംഗ്ലീഷ് ടീം ചെൽസി എന്നാണ് പറയുന്നത്. ഓക്കെ,
എന്തായാലും ഫൈനൽ PSG ആയിരുന്നു കീഴടക്കിയത് അവരെ. ഓക്കെ, ആശംസകൾ. ഇംഗ്ലണ്ടായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലണ്ട് തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ വീരോചിതം വീണു എന്നാണ് പറയുന്നത്. പൊരുതിയെങ്കിലും തോറ്റുപോയി. ഓക്കെ, മൂന്നാം ടെസ്റ്റ് ഇംഗ്ലണ്ടിന് 22 റൺസിൻ്റെ വിജയമാണ്. ഓക്കെ, നമ്മൾ അവസാനത്തെ പരിചയമില്ലാതെ സിറിയ വീണ്ടും അശാന്തമാണ്. 89 മരണമെന്നാണ് പറയുന്നത്. ദിവസവും നമ്മൾ ആ വാർത്ത വായിക്കാറുണ്ട്. അതിൽ വിഷമം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര എന്താ പറയുക, വീണ്ടും ആവർത്തന വ്യവസ്ഥ തന്നെയാണ്. അവർക്കതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ, ഇന്ത്യയിൽ നിന്നും 10 ലക്ഷം തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് റഷ്യ. രാജ്യത്തെ വ്യാവസായിക രംഗത്തെ തൊഴിലാളി ക്ഷമം പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം വിദഗ്ധ തൊഴിലാളികളെ ജോലിക്കെടുക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നു. നല്ല വാർത്തയാണ് അല്ലേ? ഇത് ഗവൺമെൻറ് ഇടപെട്ട് ആ രീതിയിലാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കേണ്ടതെന്നാണ് വേണ്ടത് അല്ലേ ശരിക്കും. അല്ലാതെ ഏജൻറ്റുമാരെയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വാളയാർ പെൺകുട്ടികളുടെ മരണം CBI ഹർജിയിൽ വാദം പൂർത്തിയായി എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 27 വീണ്ടും കേസ് പരിഗണിക്കും. നല്ല ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു മരണമായിരുന്നു അതല്ലേ. പിന്നെന്താ അടുത്തത്, ശുഭാംശു ഭൂമിയിലേക്ക് തിരിച്ചു. ഓക്കെ, നമ്മളിവിടെ കട്ട വെയിറ്റിംഗ് ആണ് ശുഭാംശു ശുക്ല. ഓക്കെ, തിരക്ക് തീവണ്ടി അപകടത്തെ തുടർന്ന് ഗതാഗതം താറുമാറായിട്ടുള്ള റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ മാതൃഭൂമിയിലും പറയാനുള്ളത്. പറയത്തക്ക വാർത്തകളൊന്നും ഇല്ല എന്ന് വെച്ചതൊരു പത്രത്തിൻ്റെ കുറവല്ലാതെ ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും കടന്നു പോയി എന്നുള്ളതാണ് ചൊവ്വാഴ്ച പേപ്പറിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നാളെ ജൂലൈ 16 ബുധനാഴ്ചത്തെ പത്രവിശേഷങ്ങൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ സപ്പോർട്ട്.